എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവദനങ്ങൾ. കേരളത്തിന്റെ നിയമസഭാ ഇലക്ഷൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ പാർട്ടിക്കാരും മറ്റു പാർട്ടിക്കാരെല്ലാം മോശമാണ്, ഞങ്ങളാണ് വളരെ നല്ല ആൾക്കാരെന്നും ഞങ്ങളെ കൊണ്ടേ കേരളം ഭരിക്കാൻ കഴിയൂ എന്നും വീരവാദവും അവകാശവാദവും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് മുഖത്തുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തെക്കാളും അധികമായി ചില മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വല്ലാത്ത പ്രവർത്തനങ്ങൾ തന്നെ വ്യാപകമായി നടക്കുന്നുണ്ട്. കേരളത്തിലെ നിവാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഫ്ലെക്സ് ബോർഡുകളിലോ ഇവരുടെ അവകാശവാദങ്ങളിലോ വീട്ടിക്കൊണ്ട് കളഞ്ഞിരിക്കുന്ന ബുക്കുകളിലോ ഒന്നിലും വീഴാതെ ശരിക്കും നമ്മൾ യോഗ്യമായി കാര്യങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു സമയമാണ്. നമ്മൾ നോർത്ത് ഇന്ത്യക്കാരെ പോലെയല്ല എന്നതുകൊണ്ട് തന്നെ ഇവർ ഇത്രയും വിയർപ്പൊഴുക്കേണ്ടി വരികയാണ്. നോർത്ത് ഇന്ത്യയാണെങ്കിൽ ഇവർക്ക് ഇത്രയും വിയർപ്പൊഴുക്കേണ്ടി വരില്ല. ഒന്നുകിൽ 100-200 രൂപ കയ്യിൽ തന്നാൽ മതി, ഇല്ലെങ്കിൽ വിരട്ടിയാൽ മതി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിരട്ടും പൈസ കൊടുക്കലും ഒന്നും കൊണ്ട് കാര്യം നടക്കില്ല. നമ്മളെ ഇങ്ങനെ അവർ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. 10 കൊല്ലം ഭരിച്ച LDF ഞങ്ങളിവിടെ എന്തൊക്കെയോ വലിയ കാര്യം ചെയ്തു എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയാണ്. ഈ പറഞ്ഞിരിക്കുന്നതിന്റെ 10-1 പോലും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും ബോധ്യമാണ്. നേരെ ചൊവ്വെ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പിണറായിയുടെ 10 കൊല്ലത്തെ ഭരണം പരാജയമായിരുന്നു എന്ന് എല്ലാ ദിശയിൽ നിന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്ന് കൂട്ടം കൂട്ടമായി ജീവിക്കുവാൻ വേണ്ടി മുതിർന്നവരും വിദ്യാഭ്യാസം നടത്താൻ വേണ്ടി കുട്ടികളും ദേശം വിട്ടുപോയിട്ടുള്ളത്. അതിന്റെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരു മേഖലയിലും മാന്യമായി ജീവിക്കുവാൻ കഴിയില്ലാത്ത വിധം ജനം വല്ലാതെ വലയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. UDF-നെ കൊണ്ട് ഇതിനെ മടക്കിക്കൊണ്ട് വരുവാൻ കഴിയുമോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം അത്രയധികം ഇത് തകർന്നിരിക്കുന്നു എന്നതാണ് ഇതിന്റെ വസ്തുത. ഇതിനിടയിൽ വല്ലാത്ത ധ്രുവീകരണങ്ങളാണ് കേരളത്തിലാകമാനം നടന്നുകൊണ്ടിരിക്കുന്നത്. ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ ഒക്കെ വല്ലാത്ത ധ്രുവീകരണം. ഇത് നിരാശാജനകമാണ്. കാരണം നമ്മൾ കേരളീയൻ എന്ന നിലയിൽ, മലയാളി എന്ന നിലയിൽ നമ്മുടെ മലയാള നാടിന്റെ സമൃദ്ധിക്ക് വേണ്ടി, മലയാള നാടിന്റെ ഉന്നമനത്തിന് വേണ്ടി ആര് ഭരണത്തിൽ വരണം എന്ന് ചിന്തിക്കാനുള്ള സമയമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ ഇതിനിടയിൽ മതത്തിനും ജാതിക്കും വർഗത്തിനും വർണ്ണത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുകയാണ്. ഇത് ഒരു അപകടകരമായ യാത്രയാണ്. ഇത് വിജയത്തിലെത്തില്ല. ഇത് ഇത്രയധികം ഉയർന്നു വരുന്നത് BJP-യുടെ കൂടെ വളർച്ച വരുന്നതോടുകൂടിയാണ്. വഖഫിനോട് ബന്ധപ്പെട്ട വിഷയം നടക്കുന്ന സമയം വഖഫ് നിയമത്തിന്റെ ഭേദഗതി നടത്താതിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അത് നടത്തേണ്ടതാണ് എന്നും അത് നടത്താതിരുന്നാൽ ഭാരതത്തിൽ അനേകം സ്വകാര്യ വ്യക്തികളുടെ കയ്യിലിരിക്കുന്ന, വർഷങ്ങളായി പിതാക്കന്മാരാൽ അവരുടെ കൈമാറി വന്നിരിക്കുന്ന വസ്തുക്കളിൽ പലതും അള്ളാഹുവിന് പണ്ടാരോ കൊടുത്തിരുന്നതാണ്, അത് തിരിച്ചെടുക്കാനുള്ള അധികാരം വഖഫ് ബോർഡിനുണ്ട് എന്ന് പറയുന്ന ആ നിയമം ഭേദഗതിക്ക് വെക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് മോദിക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലർ ആ ഭാഗം മാത്രം അടർത്തി മാറ്റി അതിനെ ഒരു പോസ്റ്ററാക്കി മാറ്റിയിട്ട് പെന്തക്കോസ്ത് പാസ്റ്റർ ഇവിടെ BJP തന്നെ വരണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പരസ്യ പ്രചരണം നടത്തുകയാണ്. അത് ഞാൻ വഖഫിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത്. ഇസ്ലാമിന്റെ അതിപ്രസരം, ഇസ്ലാം അവരുടേതായ ശരീഅത്ത് നിയമങ്ങൾ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ മോദിക്ക് മാത്രമേ കഴിയൂ എന്ന് ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. അല്ലാതെ മറ്റെല്ലാ കാര്യത്തിലും നമ്മുടെ ഭാരതത്തെ തന്നെ രക്ഷപ്പെടുത്താൻ മോദിക്ക് കഴിയൂ എന്നുള്ള ആശയത്തിലല്ല, ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. അതുമല്ല, അത് പാർലമെന്റിന്റെ കാര്യമാണ്. പിന്നെ മറ്റൊരു ഫോട്ടോ ഇടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഗ്രൂപ്പിലൊക്കെ ഇട്ട് ആൾക്കാർ സംസാരിക്കുന്നത് കണ്ടു. ഹിന്ദുവും BJP-യും നമുക്ക് അത്യാവശ്യമാണ് പോലും, അതില്ലെങ്കിൽ ക്രൈസ്തവർക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന വ്യാജേന ഒരു പോസ്റ്റർ പ്രചരിക്കുന്നത് കണ്ടു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ക്രൈസ്തവൻ ഇവിടെ നിലനിൽക്കാൻ ആരുടെയും ആവശ്യമില്ല, അതിന് ക്രിസ്തുവിന്റെ ആവശ്യം മതി. അതുകൊണ്ട് ക്രൈസ്തവന്റെ നിലനിൽപ്പിന് വേണ്ടി ആരും രക്ഷകരായി ചമയേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഇവിടെ നല്ലൊരു കേരളം കാഴ്ചവെക്കുവാൻ ആർക്ക് കഴിയും? നല്ലൊരു വികസിത കേരളം ഉണ്ടാക്കുവാൻ ആർക്ക് കഴിയും? അതിനൊരു വിധം നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നത് 2020 ആണ്. പക്ഷെ 2020 ശരിക്കും തീവ്രവാദ സംഘടനയിലേക്ക് തന്നെ ചേർന്നിരിക്കുകയാണ്. അതോടുകൂടി നമുക്ക് അതിലുള്ള പ്രതീക്ഷയും നഷ്ടപ്പെടുകയാണ്.
ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, LDF-ഉം UDF-ഉം മാറി മാറി ഇവിടെ ഭരണങ്ങൾ നടത്തുകയാണ്. അവർ തന്നെയാണ് കേരളത്തെ ഇതുവരെ കൊണ്ടെത്തിച്ചത്. പക്ഷേ വളർച്ച മന്ദീഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. കുറെ കൂടി നന്നായി മുമ്പിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. കുറെ കൂടി അധികം തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാക്കാമായിരുന്നു. കുറെ കൂടി അധികം വ്യവസായികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാമായിരുന്നു. കേരളത്തിൽ ഉള്ളവർക്ക് ഇവിടെ നിൽക്കാനുള്ള സൗകര്യം ചെയ്യാമായിരുന്നു. നമുക്കിപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. കേരളത്തിലുള്ളവർക്ക് ഇവിടെ ജോലി ചെയ്യാൻ സൗകര്യമില്ലാത്ത അവസ്ഥ. ആകെ കേരളത്തിലുള്ളവർ ഇവിടുത്തെ യൂണിയൻകാരും പാർട്ടിക്കാരുമായി ഒരു ജോലിയും ചെയ്യാതെ നടക്കുന്ന അവസ്ഥ. അങ്ങനെ കേരളത്തിലെ ജനതയുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയാത്തൊരു വിധത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ നിലപാടിൽ LDF തന്നെയാണ്. കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നാടാർ കമ്മ്യൂണിറ്റിയിലുള്ളവർ സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ശബ്ദരേഖ. അതിൽ പറയുകയാണ്, കേരളത്തിലെ തിരുവനന്തപുരത്തെ 4 മണ്ഡലങ്ങളിൽ നാടാർ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ജയിപ്പിക്കണം. അത് LDF-ഓ UDF-ഓ നോക്കാതെ തന്നെ ജയിപ്പിക്കണം. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഏത് ബലഹീനനാണെന്ന് എനിക്കറിയില്ല. ഒരിക്കലും അത്തരത്തിലുള്ള ചിന്താഗതികൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. നാടാർക്ക് വേണ്ടി 4 MLA-മാരല്ല ഇവിടെ വേണ്ടത്. ക്രൈസ്തവന് വേണ്ടി 4 MLA അല്ല ഇവിടെ വേണ്ടത്. നമുക്കിവിടെ ആരാണ് ഭരിക്കേണ്ടത്? LDF ആണോ UDF ആണോ? ആര് ഭരിച്ചാൽ കേരളത്തിൽ എല്ലാ ജനത്തിനും അതിന്റെ സംരക്ഷണം കിട്ടും, അതിന്റെ സുരക്ഷിതത്വം കിട്ടും, അതിന്റെ ബെനഫിറ്റ് കിട്ടും. ആ നിലയിൽ ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. അല്ലാതെ ജാതി തിരിഞ്ഞ് ചിന്തിച്ച്, മതം തിരിഞ്ഞ് ചിന്തിച്ച് ഒടുവിൽ കഴിവില്ലാത്തവർ ഭരണത്തിലെത്തേണ്ടുന്ന ഒരു ഗതികളിലേക്ക് നമ്മൾ എത്തും. കേരളത്തെ നശിപ്പിക്കുന്നവർ ഭരണത്തിലെത്തേണ്ടുന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ എത്തും. BJP വളരെ റിസ്ക് എടുക്കുന്നത്, അവർക്കറിയാം ഭരണമൊന്നും കിട്ടത്തില്ല, പക്ഷെ മാക്സിമം നമ്പർ ഓഫ് MLA അവിടെ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. 2 പേരെത്താൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. എങ്കിലും ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് ആരും കയറാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് പറയുന്നുണ്ട്. മോഡിയെ വരെ കൊണ്ടുവന്ന് ഇവിടെ ഇളക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനൊന്നും കേരളത്തിൽ ഇളക്കാൻ നടക്കില്ല. പണമെറിഞ്ഞും ഇളക്കിയാലും എത്രത്തോളം ഇളക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ശ്രീ രാജഗോപാലനോടുള്ള ഒരു അനുകമ്പ കാരണം, പല പ്രാവശ്യം നിന്ന് ഒരു അനുകമ്പ കാരണം നിയമത്തെ ജനങ്ങൾ ഒരു താല്പര്യം കാണിച്ചു എന്നുള്ളതല്ലാതെ രാജീവ് ചന്ദ്രശേഖരനോടൊന്നും അത്തരത്തിൽ അനുകമ്പ കാണിക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും 1, 2, 3 പേർ BJP-യുടെ MLA-മാരായി അതിനകത്ത് കയറി ഇരുന്നിട്ട് യാതൊരു കാര്യവും നേടാനില്ല. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് LDF വരണമോ UDF വരണമോ? പിണറായി തന്നെ ഒന്നുകൂടി വന്നാൽ കേരളം ഗുണം പിടിക്കുമെങ്കിൽ പിണറായിയെ കൊണ്ടുവരണം. അതല്ല, അവർ പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ പാടില്ല എങ്കിൽ ആ നിലയിൽ പെരുമാറണം. പക്ഷെ UDF-ന് പറ്റിയിരിക്കുന്ന ഒരു തകരാറ്, നല്ല മികവുള്ള സ്ഥാനാർത്ഥിമാർ ഒരുപാട് ഉണ്ടായിരുന്നിട്ടും അല്ലാത്തവരെ ഒരുപാട് പേരെ കയറ്റിയിട്ടു. CPI-യിൽ നിന്ന് ചാടി കോൺഗ്രസിലേക്ക് എത്തിയ ഉടനെ കോൺഗ്രസുകാർ അവന് സീറ്റ് കൊടുക്കുകയാണ്. എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം? എത്ര ശക്തൻ വന്നാലും എത്ര കരുത്തൻ വന്നാലും അവനെ മാറ്റി നിർത്തണം. ബാക്കി ബാൾ പോസ്റ്റ് ഒട്ടിക്കുകയും ഇതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്ത് എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് സീറ്റ് കൊടുക്കുക, മികവുള്ളവർക്ക് സീറ്റ് കൊടുക്കുക. നമ്മുടെ സംസ്ഥാനത്തെ നന്നായി കൊണ്ടെത്തിക്കാൻ കഴിവുള്ളവർക്ക്, അതിനുള്ള കപ്പാസിറ്റി ഉള്ളവർക്ക് സീറ്റുകൾ കൊടുക്കുക. പക്ഷെ ഇവിടെ അതല്ല ചെയ്തിരിക്കുന്നത്. കേമന്മാർക്ക് സീറ്റ് കൊടുക്കുന്ന ഒരുപാട് പരിപാടികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഏതായാലും വോട്ടർമാരായ നമ്മൾ ജാതി, മതം, വർണ്ണം, വർഗം ഒന്നും നോക്കാതെ ആരാണ് ഭരിക്കേണ്ടത് അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ അളിയനാണോ മച്ചമ്പിയാണോ ചിറ്റപ്പനാണോ നിൽക്കുന്നത് നോക്കുന്നത് തെറ്റില്ല. പക്ഷേ കേരളത്തിന്റെ ഭരണം വരുമ്പോഴും രാജ്യത്തിന്റെ ഭരണം വരുമ്പോഴും കാര്യം നോക്കി തന്നെ നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ കേരളത്തിലെ ജനതയാണ്, നമ്മൾ സാക്ഷരരാണ്, നമ്മൾ ബുദ്ധിയുള്ളവരാണ് എന്നാണ് നാട്ടുകാരൊക്കെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആര് ഭരിച്ചാൽ കേരളം ശരിയാകും, LDF-ഓ UDF-ഓ, അതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി കണക്ക് മനസ്സിലാക്കി ജാതിയും മതവും വർണ്ണവും വർഗവും നോക്കാതെ LDF-നെയോ UDF-നെയോ ജയിപ്പിക്കുവാൻ മുതിരണം. വോട്ടുകൾ പാഴാക്കി കളയരുത്. വോട്ടുകൾ കുറുക്കിക്കൊള്ളിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ശുഭകരമായ ഭാവിക്കായി നമുക്ക് പ്രവർത്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.